ഒരു സമരം കണ്ടില്ലെന്ന് നടിക്കുന്ന, ഇടതുപക്ഷമാണെന്ന് അവകാശപ്പെടുന്ന, തീർത്തും ഒരു വ്യാജ ഇടതുപക്ഷമായ ഈ ഗവൺമെൻറ്റിനോടുള്ള എൻ്റെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ആദ്യമേ എൻ്റെ സമരത്തിനുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഒരു മനുഷ്യൻ തൊഴിലെടുക്കുന്നത് അത് ഏത് തൊഴിലുമാകട്ടെ, ആ തൊഴിലിൻ്റെ മാന്യതയോടെ കാണാൻ പഠിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായും ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് കേരളത്തിൻ്റെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന നമുക്ക് ഇന്നുള്ള നമ്മുടെ അഹങ്കാരത്തിന്, നമ്മൾ ആരോഗ്യരംഗത്ത് നമ്മൾ വളരെ മുമ്പിലാണ് എന്നുള്ള നമ്മുടെ അഹങ്കാരത്തിന്, അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർ തന്നെയാണ്. നമുക്കറിയാം, കോവിഡ് കാലം കഴിഞ്ഞിട്ടും കോവിഡ് കാലത്തും ഒക്കെ തന്നെ ആശാ വർക്കർമാരുടെ സേവനം മുതലെടുത്ത ഒരു ജനവിഭാഗമാണ് കേരളത്തിലുള്ളത്. നമ്മളൊക്കെ, ഞാനടക്കം, ഇവരെ അവരുടെ തൊഴിലിൻ്റെ മഹത്വം പോട്ടെ, തൊഴിലിനെ പരിഗണിക്കുന്നത് പോലുമില്ലാതെ, ഇപ്പം ഞാൻ പറയുന്നത് ആശാ വർക്കർമാർ പോലെ തന്നെ ശുചിത്വ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന സാധാരണ തൊഴിലാളികൾ, അവരൊരു ദിവസം പണിമുടക്കിയാൽ കേരളത്തിൻ്റെ സ്ഥിതി എന്താവെന്ന് മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ ഓരോ തൊഴിലിനും അതിൻ്റെതായ മാന്യത കൽപ്പിച്ചു കൊടുക്കാത്തതിൻ്റെ അഹങ്കാരമാണ് മലയാളിയുടെ മനോഭാവത്തിന് പിന്നിൽ. ഈ ഒരു മനോഭാവത്തിൽ നിന്നാണ് പരിഹാസങ്ങൾ ഉണ്ടാവുന്നത്. നേരത്തെ സച്ചിദാനന്ദ മാഷ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ആണുങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പരിഹാസം, സ്ത്രീകളോടുള്ള അവജ്ഞ നിറഞ്ഞ പരിഹാസം, ഇപ്പോൾ ഇവിടെ വന്ന് പലരും പല പ്രസ്താവനകളും നടത്തിപ്പോയി. ഇവിടെയല്ല, പല മാധ്യമങ്ങളിലും പ്രസ്താവനകൾ നടത്തിപ്പോയി. പല പ്രധാനപ്പെട്ട മന്ത്രിപദത്തിലിരിക്കുന്നവർ വരെ പരിഹാസമാണ്. ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ തയ്യാറല്ലാതെ ഒഴിഞ്ഞു മാറുന്ന ഭീരുത്വത്തിൻ്റെ പേരാണ് പരിഹാസം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.